ചിറയൻകീഴുകാർ ഈ കെട്ടിടത്തെ ഭാർഗവി നിലയമെന്നാണ് വിളിക്കുന്നത്. കെട്ടിടത്തെ വിഴുങ്ങും വിധം കാടുകൾ പടർന്നേറിയിരിക്കുന്നു. ചിറയൻകീഴ് വില്ലേജ് ഓഫീസിനായി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. കരുന്താക്കുളത്തെ 6 സെന്റ് മണ്ണിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 100 ദിന കർമ്മപരിപാടികൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് ഈ മന്ദിരം. പിന്നീട് LDF ഭരണം വന്നു. അതിനുശേഷം വീണ്ടും UDF വന്നു. മുഖ്യമന്ത്രി തന്റെ 100 ദിന കർമ്മപരിപാടിയൊക്കെ മറന്നു. നാട്ടിലെ കോൺഗ്രസുകാരാകട്ടെ ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയോട് പറയുന്നുമില്ല. ചിറയൻകീഴ് ശാർക്കര വില്ലേജുകൾ ഒരു വില്ലേജ് ഓഫീസിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രവുമല്ല അതിൻ്റെ റെക്കോർഡ്സുകളും അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ LDFിൻ്റെ ഗവൺമെൻറ്, ഈ തൊട്ട് മുമ്പുള്ള LDFിൻ്റെ ഗവൺമെൻറ് അതിന് വില്ലേജ് ഓഫീസിൻ്റെ സ്ഥലം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും സ്ഥലം അനുവദിക്കുകയും ചെയ്തു. കെട്ടിടവും കെട്ടുകയുണ്ടായി. എന്നാൽ അതിനുശേഷം ഇതിൻ്റെ ഈ കെട്ടിടം 10 വർഷമായിട്ട് കെട്ടിയിട്ടതിന് ശേഷം കൃത്യമായിട്ടും അത് പ്രവർത്തിപ്പിക്കാതെ ഇപ്പോൾ ഇഴജന്തുക്കളും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യം വളരെയധികം വർദ്ധിച്ചു വരുന്നു. വിവിധയിനം പാമ്പുകളുടെ ആവാസ കേന്ദ്രമാണ് ഇപ്പോൾ ഈ കെട്ടിടം. വാവാ സുരേഷ് ഇവിടേക്ക് എത്തിയാൽ ചാകരയാകും. സത്യം പറയണമല്ലോ, ഇവിടെ സാമൂഹ്യ വിരുദ്ധർക്ക് എത്തിനോക്കാൻ പോലും ആവില്ല. ഇവിടെ ഒളിച്ചിരിക്കാൻ നാട്ടിലെ പെരിയ കള്ളന്മാർക്ക് പോലും ധൈര്യവുമില്ല. ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച ഒരു സർക്കാർ മന്ദിരം ആർക്കും ഉപയോഗപ്പെടാതെ അനാഥമാകുന്നു. ഈ വില്ലേജ് ഓഫീസിന് വേണ്ടി സ്ഥലം എടുത്തിട്ട് ഏതാണ്ട് 7 വർഷമാകുന്നു എൻ്റെ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയായിട്ട്. ഇതുവരെ അതിനെപ്പറ്റി ഗവൺമെന്റോ ആരും ഒന്നും അനങ്ങുന്നില്ല. ഇത് ഈ കാട് പിടിച്ച് കിടക്കുന്ന കാരണമാണ് ഇവിടെ കൂടുതൽ സാമൂഹ്യ വിരുദ്ധരും മറ്റു കാര്യങ്ങളും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതേപോലെ വേസ്റ്റുകൾ കൊണ്ട് തട്ടുന്നതും ഇവിടെ കാട് വെട്ടി ഇതിനെ പൂർണ്ണങ്ങളെ ശല്യം തന്നെ ഏറ്റവും വേണം. ഈ അടുത്ത കാലത്തിലെ വലിയ വലിയ പൂർണ്ണങ്ങൾ ഇതിനകത്ത് കണ്ടതായി ആൾക്കാർ പറയുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന് ഒരു തീരുമാനം ഉണ്ടായി എന്തെങ്കിലും ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ് ജനങ്ങൾക്ക്. ശാർക്കര വില്ലേജ് ഓഫീസിൽ ഫയലുകൾ കുന്നുകൂടി കിടക്കുന്നു. കാര്യങ്ങൾ എളുപ്പമാക്കാൻ ശാർക്കര, ചിറയൻകീഴ് എന്നീ 2 വില്ലേജ് ഓഫീസുകൾ വേണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇവിടെ വില്ലേജ് ഓഫീസ് മന്ദിരം നിർമ്മിച്ചത്. എന്നിട്ടെന്തേ ഈ കെട്ടിടം ഇങ്ങനെ ഇട്ടിരിക്കുന്നുവെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടുമ്പോൾ ആവശ്യത്തിന് സ്റ്റാഫില്ല, അതുപോലെ റെക്കോർഡുകൾ കൃത്യമായിട്ട് 2ആക്കി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ള ഒരു തൊടുന്യായമായിട്ടാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബഹുജനങ്ങൾക്ക് ആകെ ഒരു വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമീപനം ആണ് റവന്യൂ അധികാരികൾ എടുക്കുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും സാമൂഹ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള സമരവും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള സമ്മർദ്ദവും ആ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാടിന്റെ വികസനത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ കാടിനുള്ളിൽ ആഴ്ന്നുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഈ പഴയ കർമ്മപരിപാടി കാണുന്നില്ല. വില്ലേജ് ഓഫീസ് പുതിയ മന്ദിരത്തിലേക്ക് മാറുമെന്ന് കരുതിയിരുന്നവർക്ക് തെറ്റി. ചിറയൻകീഴിൽ പാമ്പുകൾക്ക് പാർക്കാൻ ഒരു സർക്കാർ മന്ദിരമുണ്ട്. ACV ന്യൂസ്, ചിറയൻകീഴ്.